ഗൈസ് നമ്മളൊരു പുതിരോടിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്, നമ്മൾ ഹൾക്കിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഹൾക്ക് നമ്മൾ എന്തായാലും പകരം വിട്ടു, കാരണം അത് കസ്റ്റംലി കാറാണ്. നമ്മളത് കുറേ പകരം അതെന്തായാലും പകരം വിടുക. നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാറാണ്, പച്ച കളറും കാറാണ്. അപ്പം അപ്പോൾ അവിടെ എന്തായാലും നമുക്കറിയാലോ, പക്ഷെ നമുക്കുണ്ട പേടി. നമ്മൾ നേരെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഹൾക്ക് എണിക്കും മുമ്പ് നമുക്ക് എന്തായാലും എന്തായാലും ഗൈസ്, ഹൾക്ക് എണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീനാണ്. ഹൾക്ക് എണിക്കുന്ന മുമ്പ് എന്തായാലും ഹൾക്ക് എണിച്ച് നമ്മളെന്തായാലും പഠിത്തിട്ട് എന്തായാലും വരും. സിമിയോണാണ് നമുക്കറിയാലോ, നമുക്ക് 2 വണ്ടി കാര്യങ്ങളുണ്ടല്ലോ. സിമിയോണാണ് നമുക്കൊരു കസ്റ്റമിലിക്കാറുണ്ടല്ലോ, അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം നമ്മളത് ഒരു സ്വിച്ച് ഞെക്കിയാൽ അത് വിംബിസിൽ ഒരു സ്വിച്ച് ഞെക്കിയാൽ അത് അവിടെ വരും. അങ്ങനത്തെ ഒരു നമ്മൾ ഇതാണ് സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് അവിടെ ഹൾക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ ഹൾക്കിന് എന്തായാലും കയറാൻ കഴിയില്ല. കാരണം ഹൾക്ക് അത്ര തടിയുണ്ട്, നല്ല ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹൾക്കിന് എന്തായാലും കയറാൻ കഴിയില്ലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഹൾക്കിന് എന്തായാലും കയറാൻ കഴിയില്ലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോവാം. വീട്ടിൽ പോകേണ്ട അവിടെ നിൽക്കുക. ഹലോ മച്ചാൻ, പുതിയവിടേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിൽ നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് ഷോ ആക്കാം. നമ്മുടെ സ്പൈഡർമാൻസിലെ കാണിക്കാം നമ്മളെ വണ്ടി. പക്ഷേ നമ്മളിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ കാണിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ കസ്റ്റമർ കാർ ഗൈസ്, ഇതാരിങ്ങനത്തെ പരിപാടി ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആര് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ സ്പൈഡർമാനോ അല്ലെങ്കിൽ സൂപ്പർമാൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു സ്പൈഡർമാൻ അത്ര കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല, സൂപ്പർമാൻ തന്നെ ആയിരിക്കും ഗൈസ്. അടുത്ത് പകരം വിട്ടണം. കാരണം നമ്മൾ അന്നൊരു ദിവസം ഇവൻ്റെ നമ്മൾ ആ സൂപ്പർമാൻ്റെ ഒരു വണ്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവെഞ്ച് ആയിരിക്കും തീർത്തിട്ടുണ്ടാവുക. എന്നാലും അവൻ്റെ നല്ലൊരു വണ്ടിയൊന്നുമല്ല പൊട്ടിച്ചത്, ഞാനൊരു പൊട്ടൊരു വണ്ടിയാണ് പൊട്ടിച്ചത്. എന്നാലും ഇത്ര കസ്റ്റമിലി തുള്ളൻ പൈസയുള്ള വണ്ടി പൊട്ടിക്കാൻ എത്ര ധൈര്യം ഉണ്ടായിട്ടുണ്ടാവും. നമുക്കെന്തായാലും വേഗം പോകാം ഗൈസ്, നമുക്ക് വേഗം പോലും എന്നൊരു അറക്കണമെന്ന്. നമ്മളെന്തായാലും അവനെ കൊല്ലും വെച്ചാൽ നമ്മൾ ലൈക്ക് ചെയ്യാം. ലൈക്കാണ്, നമുക്ക് അവനെ കൊല്ലാനില്ല, നമുക്ക് നല്ല ശക്തിയാണ്. നല്ല പറക്കാൻ കഴിയും. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ നമ്മൾ ഡൗൺ ആയി വരും മച്ചാനെ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ലൈക്ക് സബും കാര്യങ്ങളൊക്കെ ചെയ്യാം. വെറുതെ ഈ വീഡിയോ നമ്മൾ റോഡ് ടു 700 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാം ലൈക്ക് അടിച്ച് പിടിക്കുക. എനിക്ക് അത്ര വ്യൂസും കാര്യങ്ങളും ലൈക്കൊന്നും നിങ്ങൾ തരുന്നില്ല, എന്നാലും പ്ലീസ് എന്താണ് ഗൈസ്, ഞാൻ ഇത്രയും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ലൈക്ക് ഇടാണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്ക് സബ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ആകെ 3 ആയിട്ടുള്ളൂ ഗൈസ്. ഇന്നലെ നമ്മൾ അത്രയും വീഡിയോ ഇട്ട് നമ്മൾ എന്താ നിങ്ങൾ ലൈക്ക് ചെയ്യാത്ത ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാത്തത്. നമ്മൾ ഇവനൊക്കെ അടിച്ചിടുന്നുണ്ട്, നമുക്ക് ദേഷ്യം തരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇവനെ അടിച്ചിട്ട് അവൻ്റെ പറന്നു പോകുന്നു. റബ്ബർ ബാൻഡാ ഒറ്റയടിക്ക് പറന്നു വേടാ, അതിങ്ങനെ റബ്ബർ ബാൻഡ് പോലെ പോകുന്നു. നമുക്കെന്തായാലും കാര്യം ചെയ്യാം, നമുക്കെന്തായാലും വേഗം പോവുക ഗൈസ്. സിമിയൻ നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ട്. സിമിയൻ പറഞ്ഞത് അവർ സൂപ്പർമാൻ്റെ വീട് എവിടെയോ ആണ്, നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം, കുറച്ച് കലിയൊക്കെ തീർക്കട്ടെ ഗൈസ്. ഇവനത് അടിച്ച് ശരിയാക്കട്ടെ. നമുക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ നമ്മളെ പിടിക്കാൻ പോലീസും കാര്യങ്ങളൊന്നും ഇല്ല. പോലീസൊക്കെ വിറയ്ക്കുന്ന നമ്മളെ കണ്ട. നമുക്ക് സ്പൈഡർമാൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്യില്ല, പക്ഷെ നമുക്ക് സൂപ്പർമാൻ ആയിരിക്കും, നമുക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. അപ്പം ഫ്രാങ്ക്ലിൻ ഇപ്പോഴും ഉറക്കം തോന്നുന്നു, എൻ്റെ ശരീരത്തിൽ പൊട്ടൻ ഫ്രാങ്ക്ലിൻ ഉറക്കം തോന്നുന്നു. എന്തായാലും നമുക്ക് ഇങ്ങനെ പോവാം, നമുക്ക് എന്തായാലും വേഗം പോകണം ഗൈസ്. അപ്പം നമ്മൾ ഹൾക്ക് വരുന്ന മുമ്പ് വേഗം വീട്ടിൽ കയറടാ. ഹൾക്കിന് എന്തായാലും ഇവിടെ കയറാൻ കഴിയില്ല, കാരണം ഇവിടെ നല്ല തടിയാണ്. അപ്പോൾ വേഗം പോവാം, നല്ല മസിലുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് സിമിയോനെ വിളിച്ചാൽ ഗൈസ്. സിമിയോണായിരിക്കും ഓൻ ഈ കസ്റ്റമർ കാർ ചെയ്തത്, കാരണം ഓൻ ഇതേപോലത്തെ വേറൊരു മോൺസ്റ്ററൊക്കെ കസ്റ്റമർ കാർ എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൻ തന്നെ ആയിരിക്കും പോയത്. നമുക്ക് സിമിയോനെ വിളിച്ചേക്കാം. സിമിയോൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ഓൻ തന്നെയാണ് മേടിച്ചത്. ഓൻ്റെ അത്രയ്ക്ക് ട്രില്യൺ പൈസൻ്റെ കാറായിരുന്നു, അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു കാറായിരുന്നു. നിന്നെന്തായാലും അറക്കുമെന്ന് തോന്നുന്നത് സിമിയോൻ പറഞ്ഞത് ഗൈസ്. അപ്പം നമുക്ക് ഒരു ചെറുതൊരു പേടിയായിട്ടുണ്ട്, കാരണം ഹൾക്കെന്ന് പറഞ്ഞാൽ അറിയാലോ, സൂപ്പർമാനും നമ്മളത്ര നമ്മളും ഇതാണ്. അപ്പം നമ്മൾക്ക് എന്തായാലും നമുക്കെന്തായാലും പോയിട്ടില്ലേ, ഹൾക്കിനില്ലേ, നമുക്കെന്തായാലും പോയിട്ട് നമ്മളെന്തായാലും ഇല്ലേ നേരെ പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് സൂപ്പർമാൻ്റെ വീട്ടിൻ്റെ മേലൊന്നും ഇല്ല ഗൈസ്. നമുക്ക് നേരെ ഇവിടെ പോവാം. വീട്ടിൻ്റെ മേലൊന്നുമില്ല, വണ്ടിയും വീട്ടിൻ്റെ മേലില്ല. അപ്പം നമുക്ക് കയറാൻ കഴിയുന്നില്ലടാ, നമുക്ക് അത്ര തടിയൊക്കെ കുറച്ച് കുറക്കണം. വീടിൻ്റെ മേലെയൊന്നുമില്ല,
വണ്ടി എടാ നമ്മളല്ലേ വീട്ടിൻ്റെ മേലെ വണ്ടി നോക്കിയേ ഗൈസ്, ഇതെന്താ ഹാക്കാ? നമ്മൾ വീട്ടിൻ്റെ വണ്ടി മേലെ നോക്കിയല്ലോ. സാരമില്ല ഗൈസ്, നമുക്ക് അവൻ നമ്മളെ വണ്ടി പൊട്ടിച്ച്, പക്ഷെ നമ്മളവൻ്റെ വണ്ടി എടുക്കുന്നു. അവന് നമുക്ക് മനസ്സിലാവില്ലല്ലോ, അവൻ്റെ കളർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി നമ്മൾ എടുക്കുകയെന്ന്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ മസ്താങ് നമുക്ക് വേണ്ട ഗൈസ്, നമുക്ക് നമ്മളെ കസ്റ്റംലി കാർ അങ്ങനത്തെ കാറാണ് വേണ്ടത്. നമ്മൾ മസ്താങ് അടിച്ച് പൊട്ടിച്ചേക്കാം. അവൻ്റെ മസ്താങ് കൊണ്ടുതരട്ടു എടുത്ത് അടിച്ച് പൊട്ടിച്ചേക്കാം. നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോവാം. നമുക്ക് നേരെ നമ്മുടെ എടുത്തിട്ട് വീട്ടിൽ പോവാം. ഇതെടുത്തിട്ട് വേഗം പോകണം ഗൈസ്, വേഗം അതൊക്കെ വേഗം നമുക്ക് വേഗം പോവാം. അതെടുത്തിട്ട് വേഗം പോവാം ഗൈസ്. ഇത് സെറ്റാട്ടാ, ഈ കസ്റ്റംലി കാർ കൊള്ളാം. ഇത് നമ്മളെ തന്നെ കൊള്ളാം. ആ പട്ടി സിമിയോണ് ഇവന് മാത്രം നല്ലതാക്കി കൊടുക്കും, നമുക്കൊന്നും നന്നായി കൊടുക്കില്ല അല്ലേ? എന്തായാലും നമുക്കെന്താ പ്രശ്നം, നമുക്ക് ഇതെടുത്തില്ലേ. അവിടെ നമുക്ക് വേഗം വണ്ടി അതെന്താ ഡോറിനെ തന്നെ തുറക്കുന്നതാ. ഗേറ്റ് തുറക്കൂ, സിം തുറക്കൂ. കണ്ടാ ഹൈടെക്കാല്ലേ നമ്മളെ